ഓക്കെ ഗായ്സ്, നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡ്രങ്കൻ അതിന്റെ അവിടെ അകത്ത് കാണുമെന്നാണ് പറഞ്ഞത്. അകത്താണോ പുറത്താണോ ഇന്ന് വിവരമൊന്നും ഇല്ലേ? വണ്ടിയും ബഹളമൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ബിവറയിലും രക്ഷയില്ലാതായല്ലോ. അന്ന് വന്ന് കുടിയന്മാർക്കൊരു രക്ഷയില്ലാതായിരിക്കുകയാണ്. ഒരു സാധനവും ഇല്ല. എന്ത് ചെയ്യൂല്ലേ? ഒരു രക്ഷയില്ല, ഒരു സാധനവും ഇല്ല. ഇപ്പൊ വന്ന് നമ്മുടെ സ്യൂസൊക്കെ ഇരിപ്പുണ്ട്. കാലിബർ എത്ര രൂപയുടെ ഇതിന്? 1680 രൂപ. എന്ത് സാധനമാണ്? ബ്രാൻഡ് ചെയ്യണല്ലേ. കൊറിയർ നെപ്പോളിയൻ 1370 രൂപ. ഡ്യൂപ്ലെക്സ് ഷെവർലിയർ. അപ്പോൾ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞത് ബ്രിട്ടീഷ് എംപയർ അവൻ അടിച്ചെന്ന്. അപ്പോൾ ഇതാണ് സാധനം. നമ്മൾ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുമ്പോൾ ബിയർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതെല്ലാം കുറെ കാലമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന സാധനങ്ങളാണ്. മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്നതാണ്. ഇപ്പോൾ ഗ്ലാഡീസിന്റെ ലെമൺ ഇരിപ്പുണ്ട്. എടുത്തല്ലോ ഗ്ലാഡീസ് ലെമൺ. ഗ്ലാഡീസ് തിരക്കില്ലാത്ത ബ്രാൻഡാണ്. നമ്മുടെ സ്യൂസ് അതുപോലെ പറ്റിയതുണ്ടല്ലോ. എന്താണ് കുറെ നല്ലതല്ലോ. അതിൻ്റെയൊക്കെ സെയിം കമ്പനി. സോറി യെസ്, അങ്ങനെ ആ കർത്തവ്യം നടത്തി അല്ലേ? ശരിക്കും പരിതാപകരം എന്ന് പറയുന്നതാണ് സത്യമാണ് അല്ലോ. വന്ന് ഒരു സാധനം ഇല്ലാതായി. എന്ത് ജീവിതമാണ് മദ്യപാനികൾക്കൊരു ലോകം. ഐ മീൻ ജീവിക്കണ്ടേ ഇവിടെ? ഡ്രങ്കൻജി ഇതിനെല്ലാം ഉത്തരവാദി ആരെന്നറിയാമോ? നരേന്ദ്രമോദി. മദ്യത്തിനും എല്ലാത്തിനും ഉത്തരവാദി നരേന്ദ്രമോദിയെ. മദ്യം കിട്ടാത്തതുകൊണ്ട് ചുമ്മാ ഇരിക്കട്ടെ. ആരെങ്കിലും പഴിയാറുണ്ടേ? പഴി കേൾക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മോദിജി തന്നെ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു ടോപ്പ് 10 കൗണ്ട് ഡൗൺ അല്ല, ടോപ്പ് 16 കൗണ്ട് ഡൗൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി അല്ലെ? നമ്മൾ ചെയ്ത ആ ഇൻഫോർമേറ്റീവ് വീഡിയോ. അതേപോലെ മറ്റൊരു പുതിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് മദ്യപാനി ആൻഡ് ഡ്രങ്കൻസി നിങ്ങളെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോണത് എന്താ? നമ്മുടെ ടൈറ്റിൽ നമ്മളെ കണ്ടതുപോലെ തന്നെ ഡ്രങ്കൻസി ആവശ്യം പരിധിനായിട്ടിരിക്കും. ഏതൊക്കെയാണ് ആ ബ്രാൻഡിന് അറിയാനായിട്ട്, സൽസയൊക്കെ കയറി വരുമോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്നിരുന്നാലും ഇന്ത്യയിലുള്ള ടോപ്പ് 16 ബെസ്റ്റ് സെല്ലിംഗ് റംസ് അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. അതിനകത്ത് പ്രൈസ് ഒന്നും നമ്മൾ നോക്കത്തില്ല. ടോപ്പ് 16 അതാണ് നമ്മൾ പറയുക. എൻ്റെ ആയിട്ടുള്ള നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ടുള്ള ആ ടോപ്പ് 16 ബെസ്റ്റ് സെല്ലിംഗ് റംസ് ഇൻ ഇന്ത്യ. റെഡിയായോ? മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ ഡ്രാഗൻജി. അതെ, എല്ലാം വെള്ളവുമായിട്ട് ബന്ധമുള്ളത്. എന്നും കയറി അതിലൊന്നും കയറി പിടിക്കരുത്, അടിച്ച് തീർന്നു പോകും. ഞാൻ രക്ഷിക്കാനൊന്നും വരത്തില്ല. ഞാനും കൂടെ പെട്ടുപോകും. അത് രക്ഷപ്പെടണ്ടല്ലേ? അതെ, അറിയാതെ കൈയൊക്കെ പുറത്തോട്ടിട്ടാ മതിയേ. അതെ, അത് ശരിയാണ്. ജീവൻ ഡീസൽ, അതെ, ജീവൻ കളയുന്ന ഡീസൽ ആയിരിക്കും. പണി തുടങ്ങിയാലോ? ഓക്കെ ഗായ്സ്, ഇറ്റ്സ് ടൈം. ദ ടൈം ഹാസ് അറൈവ്ഡ്. വേറൊന്നുമല്ല, വെള്ളമടിക്കാൻ സമയമായി കഴിഞ്ഞു. ഇന്ന് ഞങ്ങളൊരു പുതിയ സെറ്റപ്പിലാണ് നമ്മൾ നമ്മുടെ മദ്യവാഹനത്തെ മാറ്റി തിരിച്ചു വെച്ചിരിക്കുന്നത്. തന്റെ ക്യാമറ അല്ല, ഫോൺ. അപ്പോൾ കമ്പനിക്കാരെല്ലാം ഞാൻ കാണിച്ചു തരാം. അതിനുമുമ്പ് ഫസ്റ്റ് റൗണ്ട് മയക്കുപൊടി ഒന്ന് വെച്ചിട്ട് ഭയങ്കര ദാഹമുണ്ട് അല്ലേടോ? പിന്നെ ഫസ്റ്റ് റൗണ്ട് മയക്കുപൊടി ഒഴിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കമ്പനിക്കാരൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ കമ്പനിക്കാരനെ കാണിച്ചു കൊടുക്കും. ഗ്ലാഡിയസ്, ഒരു ഗ്ലാഡിയേറ്റർ ആണ് നമ്മുടെ ഇന്നത്തെ കമ്പനിക്കാരൻ. ഗ്ലാഡിയസിന്റെ നോർമൽ ഗ്ലാഡിയസ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം.
ഇന്ന് ഗ്ലാഡിസിന്റെ ലെമൺ ഫ്ലേവർ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. സിട്രസ് റം ആണ്. എത്ര രൂപയായിരുന്നു? 700 റുപ്പീസ് ആണ് ഈ ഗ്ലാഡിയസ് റം എന്ന് പറയുന്നത്. ലെമൺ ഫ്ലേവർ ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട് ബിവറേജസിൽ ഇരിക്കുന്നത് അല്ലോ. പക്ഷെ ഇന്ന് മേടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ മംഗളകർമ്മത്തിലേക്ക് കിടക്കാം. ഗ്ലാഡിയസിനെ അങ്ങ് പൊട്ടിക്കും മിസ്റ്റർ ഡ്രാഗൺ ജി. ഇത് പ്രീമിയം സാധനമാണ്, നല്ല ക്വാളിറ്റി. സൂപ്പർ, നല്ലൊരു ഫ്ലേവർ ആണിത്. സ്വീറ്റ്നെസ്സും ഉണ്ട്, നല്ലൊരു എരിവും ഉണ്ട്. അപ്പൊ പണി തുടങ്ങാൻ മിസ്റ്റർ ഡ്രാഗൺ ജി. തീർച്ചയായിട്ടും. പിന്നെ Okay guys, it's time for the first cheers of the night. And cheers Mr. Dragon G. Cheers. And cheers with you. സോഡ സർബത്ത് അല്ലേ ഗായ്സ്? ഞാൻ നമ്മുടെ ടോപ്പ് 10 അല്ല, ടോപ്പ് 16 വീഡിയോസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഗ്ലാഡിയസ് റിവ്യൂ ചെയ്തിരിക്കാൻ ഒരു മാർഗ്ഗമില്ല. കാരണം അതുപോലെ ക്വാളിറ്റി ഉള്ള സാധനം ഹലോ, സൂപ്പർ. ഫസ്റ്റ് സ്പോട്ട് ഗോസ് ടു, ഞാൻ പറഞ്ഞ ഹൈറാർക്കിയും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മളങ്ങ് പറയുകയാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ടോപ്പ് ഒരു റം കാറ്റഗറിയാണ് നമ്മൾ ഇന്ന് പ്രിഫർ ചെയ്തതെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് റം എന്ന് പറയുന്നത് റോൺ സെക്കാപ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ ഇന്നേ വരെ കേൾവിയൊന്നുമില്ല, കാരണം ഞാൻ പറയും എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ, നമ്മൾ കേൾക്കാത്ത ബ്രാൻഡുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. റോൺ സെക്കാപ്പ എന്ന് പറയുന്ന റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് റംസിൽ ഒന്നാണ് റോൺ സെക്കാപ്പ എന്ന് പറഞ്ഞ സാധനം. ഒരു ഫുള്ളിന് 7250 രൂപയാണ് ഒരു ഫുള്ളിന്റെ MRP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസ്റ്റിങ് ഫീച്ചർ എന്ന് പറയുമ്പോൾ, ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നല്ല മൊളാസസിന്റെയും അതുപോലെ തന്നെ വാനില ഫ്ലേവറുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം ലെവൽ, ഹൈ പ്രീമിയം ലെവൽ ബ്രാൻഡ് ഓഫ് റം ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം 7250 രൂപയുടെ റമ്മൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇന്നേ വരെ. നമ്മളല്ലാതെ പ്രീമിയം സാധനങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അപ്പോൾ റോൺ സെക്കാപ്പ ഈസ് ദ നമ്പർ ഫസ്റ്റ് സ്പോട്ട് ഓഫ് ദിസ് ലിസ്റ്റ് ഓഫ് ബെസ്റ്റ് എവർ സെല്ലിംഗ് റംസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സ്പോട്ട് ഗോസ് ടു റോൺ സെക്കാപ്പ. ആൻഡ് ദ സെക്കൻഡ് സ്പോട്ട് ഗോസ് ടു ക്ലെമന്റ്. നമ്മൾ ക്ലെമന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊന്നും മദ്യത്തിന്റെ പേരൊന്നുമല്ല. ബട്ട് ദ സെക്കൻഡ് സ്പോട്ട് ഗോസ് ടു ക്ലെമന്റ് ദ റം. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളിന് എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4857 രൂപയാണ് ക്ലെമന്റ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ലക്ഷറി ലെവൽ റമ്മിന്റെ MRP എന്ന് പറയുമ്പോൾ. ഇതും ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരുപാട് വിറ്റഴിവുള്ള സാധനമാണ്. അതായത് ഒരു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് തന്നെ പ്രീമിയം ആൾക്കാർ കൂടുതലും കഴിക്കുന്ന ഒരു ബ്രാൻഡാണ് ക്ലെമന്റ് എന്ന് പറയുന്ന റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രീമിയം ലെവൽ ബ്രാൻഡ് ആയതുകൊണ്ട് പ്രീമിയം ലക്ഷറി ആൾക്കാരാണ് കൂടുതലും അത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ മാനുഫാക്ചറേഴ്സ് പറയുന്നത് നിങ്ങൾ കുടിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്ലെമന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് അവരുടെ ഒരു പ്രിഫറൻസ്, അവരുടെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ. അത്രയും ഹൈ ക്വാളിറ്റി ആണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി നമുക്ക് എന്തായാലും ഊഹിക്കാൻ സാധിക്കും. സോ സെക്കൻഡ് സ്പോട്ട് ഗോസ് ടു ക്ലെമന്റ് ദ റം. ഗഞ്ചി ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ ലൈസും കഴിച്ചോണ്ട്? നമുക്ക് നമ്മുടെ തേർഡ് സ്പോട്ടിലേക്ക് പോകണ്ടേ? തേർഡ് ഹൈ റേറ്റഡ് പ്രീമിയം റം ഏതാണ് നമുക്ക് അറിയണ്ടേ? അപ്പൊ അതിന് മുമ്പ്
നമുക്ക് സെക്കൻഡ് റൗണ്ട് മയക്കുപിടിയിലേക്ക് കിടക്കാം. ആൻഡ് ഇസ് obviously the second round means the review round of the liquor we are consuming actually. ആൻഡ് ഇന്നത്തെ ബ്രാൻഡ് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് മദ്യപാനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഡ്രാഗൺ ജിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഡ്രാഗൺ ഈസ് ഗോയിങ് ടു പോസ് ദ സെക്കൻഡ് റൗണ്ട് ഓഫ് മയക്കുപിടി. എനിക്ക് ഒഴിച്ചു വെച്ചേക്കണോ? ഞാൻ കണ്ടില്ലല്ലോ ഒഴിച്ചത്. അതെ. Okay guys, it's time for the ultimate review of Gladius lemon flavor rum. So the initial nosing is here. ഞാൻ ഇങ്ങനത്തെ ഫ്ലേവർ, ഇതുപോലുള്ള ഫ്ലേവേഴ്സ് ഞാൻ റിവ്യൂ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതങ്ങനെയാണ്. ഇതുപോലെ ഫ്ലേവർ വരുമ്പോൾ നമുക്കറിയാം, ഊഹിക്കാൻ പോകും ഞാൻ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എനിവേ it's my damn responsibility to review the liquor which I'm consuming. So here it goes with the nosing. Please stay with me. Perfect. Of course it's lemon flavor. The rum says it as lemon flavor and my review will be also lemon flavor. കാരണം ലെമൻ്റെ ടേസ്റ്റും ലെമൻ്റെ ഫ്ലേവറും കൊണ്ടാണല്ലോ ഒരു ലെമൺ ഫ്ലേവർ എന്ന് പറഞ്ഞേക്കുന്നത് റമ്മിന്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ലെമൺ ഫ്ലേവർ ടു ഇറ്റ്. ഇത് ശരിക്കും റിസംബിൾ ചെയ്യുന്ന ഏതാണെന്നറിയോ? വളരെയധികം ഞാൻ പറയൂ 99.99% നമ്മുടെ ബക്കാഡി ലിമണിൻ്റെ സെയിം കണ്ടന്റ് ഓഫ് ഫ്ലേവർ അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം മറ്റൊന്നും ഇല്ല ഇതിനകത്ത് ആക്ച്വലി. സോ the initial review and the last review of nosing is that it has lemon flavor. അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇനി ടേസ്റ്റ് ബഡ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ the review will be complete എന്ന് ഞാൻ പറയില്ല. because the ultimate review is that about the booze actually. എന്തോരം കിക്ക് ആകും എന്നുള്ളതാണ് കംപ്ലീറ്റ് റിവ്യൂ ആവുന്നത്. ബട്ട് നമുക്കിപ്പോൾ കിക്കിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ ടൈറ്റിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ the initial tasting is here. പോളി വെക്കാനേ ഇത് ഞാൻ എന്തായാലും ഇന്നൊരു ഡ്രൈ അടിക്കാൻ ശ്രമിക്കും കേട്ടോ ഡ്രാഗൺജി. അടിച്ചു. കാരണം വേറെ ഒന്നുമല്ല, വായിലോട്ട് വെച്ചപ്പോൾ തന്നെ വളരെയധികം മധുരം, ആ സ്വീറ്റ്നെസ് ആണ് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഓഫ് കോഴ്സ് ലെമണിൻ്റെ ആ ഒരു ഫ്ലേവറാണ് നല്ലതുപോലെ ഇരിക്കുന്നത്. ഇൻഫ്ലമേഷനും പുകച്ചലും കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്രിസ്റ്റൽ സ്മൂത്ത് ആണ് ആക്ച്വലി. ഇനി കൂടുതൽ ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല, കഴിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ച് നോക്കി ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ദ റിസൾട്ട് ആക്ച്വലി. ഇറ്റ്സ് ആക്ച്വലി പ്യുവർ ലെമൺ ഫ്ലേവർ. പിന്നെ നല്ലൊരു സ്വീറ്റ്നെസ്സും കൂടെ ഉണ്ട്. ഇതാണ് ദ അൾട്ടിമേറ്റ്, ദാറ്റ്സ് മൈ കൺക്ലൂഷൻ ആക്ച്വലി. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സോഡ ഒഴിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ പോകാം. തേർഡ് റൗണ്ട് ആൾക്കാർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇതും തേർഡ് റൗണ്ട് വരും, നമ്മുടെ കമ്പനിക്കാരും തേർഡ് റൗണ്ട് വരും. സോ കമോൺ മിസ്റ്റർ ഡ്രാഗൺ ജി, കമോൺ, ലെറ്റ്സ് ഡു ദിസ്. ഗീവ് ഇറ്റ് ടു MD man. ഓക്കേ. യപ്പ്. ഇത്രയും സോഡയുടെ ആവശ്യമില്ല, ഇത്രയല്ലേ ഒഴിച്ചില്ലായിരുന്നു. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ വിത്ത് മീ. And coming to the third spot, മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ KGF മൂവിയിൽ പറയുന്നത് സെയിം പ്ലേസ് അല്ല, ദ സെയിം നെയിം. റോക്കി ബൈ അല്ല കേട്ടോ, ദ സെയിം നെയിം എന്ന് മധ്യപാനി പറയുമ്പോൾ ഇറ്റ്സ് എൽ ഡൊറാഡോ. യാ, കോൾമൈൻ അല്ല, എൽ ഡൊറാഡോ പ്രീമിയം റം ആണ് നമ്മുടെ മൂന്നാം സ്ഥാനത്ത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശമല്ല, അപ്രോക്സിമേറ്റും അല്ല. The MRP is 4,500 രൂപ, 4.5K for 750 ml El Dorado. അതുപോലെ തന്നെ അതിന് 40% ആൽക്കഹോൾ കണ്ടന്റാണ് അവർ അവകാശപ്പെടുന്നതും. ഇതൊരു വിൻറ്റേജ് റമ്മാണ്. എൽ ഡൊറാഡോ എന്ന പേര് തന്നെ ഒരു വിൻറ്റേജ് നെയിമാണ്. അപ്പോൾ ആ പേരിലുള്ള റമ്മും ഒരു വിൻറ്റേജ് റമ്മാണ്, വളരെ പഴക്കപ്പെട്ട ഒരു പേരെടുത്ത ഒരു റമ്മാണ് എൽ ഡൊറാഡോ റം. പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് ഡിസ്റ്റിലേഷൻ പ്രോസസ് എല്ലാം നല്ല ബോർബോൺ കാസ്റ്റിലാണ് മെയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്ലേവറും ആരോമയൊക്കെ ഉണ്ടാകും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എനിക്കിത് കഴിക്കാനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ MD and Drunken will be experiencing these premium rums shortly, അല്ലേ? Yes. Yeah. So let's move on to the fourth spot of best-selling rums in India. Hamara Desh. ആ രണ്ടും എടുത്ത് താങ്ങുവാണല്ലോ. ഞാൻ ഇതൊരു ഒറ്റ ടച്ചിങ് പോലും കഴിച്ചില്ല. Okay guys, it's time for the number 4th spot. നാലാമത്തെ കമ്പനിക്കാരൻ ആരാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ വിൻറ്റേജ് നെയിം തന്നെയാണ് അതിന്. അങ്കോസ്തുര എന്നാണ് ആ ഒരു പ്രീമിയം റമ്മിന്റെ പേര്. MRP എന്ന് പറയുമ്പോൾ 3,200 രൂപയാണ് അങ്കോസ്തുര പ്രീമിയം റമ്മിന്റെ MRP എന്ന് പറയും. പക്ഷേ ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫുള്ളിന്റെ പോലെ 750 ml അല്ല, മറിച്ച് 700 ml മാത്രമേ ഉള്ളൂ അങ്കോസ്തുര എന്ന് പറയുന്ന റമ്മിന്റെ
കണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ഡൊറാഡോയെ പോലെ തന്നെ 40% ABV മാത്രമേ അങ്കോസ്തിറയിലും അടങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയും കൂടെ പറയുന്നത്. അതുപോലെ തന്നെ അങ്കോസ്തിറയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ഫ്രം ദ കരീബിയനിൽ നിന്നും കൊണ്ടുവന്ന ഒരു ലിനേജ് ഉള്ള ഒരു റമ്മായിട്ടാണ് അങ്കോസ്തിറ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വളരെയധികം ലീഡിംഗ് ആയിട്ടുള്ള ഒരു റം ബ്രാൻഡാണ് അങ്കോസ്തിറ എന്ന് പറയുന്നത്. അങ്കോസ്തിറയ്ക്ക് 2 വേരിയൻസ് ആണ് ഉള്ളത്. ഒബ്വിയസ്ലി ഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെ, ബ്ലാക്ക് കളർ കളർ റമ്മും ഉണ്ട്, നമ്മുടെ വൈറ്റ് റമ്മും ഉണ്ട്. അതാണ് ഇതിന്റെ 2 വേരിയൻസ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലേവറിനെ കുറിച്ച് പറയുമ്പോൾ നല്ല റിച്ച്, സ്മൂത്ത് ആൻഡ് വാനില ഫ്ലേവർ ആണ് ഈ ഒരു റമ്മിന്റെ. ഓർക്കണം, റമ്മാണ്, അല്ല വിസ്കി, ബ്രാൻഡി അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങളല്ല. ഇറ്റ്സ് എ റം വിത്ത് എ ടേസ്റ്റ് ഓഫ് വാനില. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്ന ഒന്ന് കഴിച്ച് നോക്കാനുണ്ട്. ഐ എം ഹോപ്പിംഗ് ആൻഡ് പ്രേയിങ് ടു മദ്യദൈവം ഈ ഒരു സാധനം സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണ് മദ്യദൈവങ്ങളോട്. സോ ദാറ്റ് ഈസ് ദ 4th സ്പോട്ട് ആൻഡ് കമ്മിങ് ടു ദ 5th സ്പോട്ട് ആഫ്റ്റർ ഷോർട്ട്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം MD ആണ് ഇന്ന് സെർവ് ചെയ്യാൻ പോകുന്നത്. നോർമലി നിങ്ങൾക്ക് അറിയാം ഡ്രങ്കന്റെ ഒരു മേഖലയാണ്, ഇറ്റ്സ് ഹിസ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ ലിക്കർ. ബട്ട് ടുഡേ ഐ എം just for this round only, ഈ ഒരു റൗണ്ടിന് വേണ്ടി മാത്രം മദ്യപാനി, your MD is going to do the job of drunkency. കമത്തിയട്ടെ. ഡ്രൈ അടിക്കാൻ പോണോ? അടിയിടോ, നല്ല സാധനമാണോ? മഴയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ പൊടിമഴയത്ത് ഇങ്ങനെ ഡ്രൈ അടിക്കുമ്പോൾ എന്ത് സുഖം അറിയാവാ? കൂടിപ്പോയാ ഇത്തിരി ലിക്കർ കഴിച്ച് ബാലൻസ് ചെയ്താ. ലിക്കർ കൂടുതൽ താൻ എന്താ പറയുന്നത്? അയ്യോ, അതെ, അടുത്ത് പിന്നെ ഒഴിക്കാൻ ഉണ്ടാ. ലിക്കറിനെ കുറിച്ച് പറയല്ലേ, പോളനെ കുറിച്ച് പറയരുതെന്ന് പറയുന്നത്, ലിക്കറിനെ കുറിച്ച് പറയരുത്. താൻ പറഞ്ഞ ശരിയാണോ? ഈ വലിയ കുപ്പി പിടിക്കാൻ ഇത്തിരി പാടാണ് അല്ലേ? സോറി ഓ ശ്രദ്ധിച്ചില്ല. സോ കമ്മിങ് ടു ദ 5th സ്പോട്ട്, വേറെ ആരുമല്ല, ഇറ്റ്സ് കോൾഡ് മൗണ്ട് ഗേ. മൗണ്ട് ഗേ ഈസ് ദ 5th spot of best selling rums in India. MRP is 3K, 3,000 rupees for 700 milli. ഇതൊരു ബെസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡ് ആയിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം ഇതിന്റെ ടേസ്റ്റും ആ ഒരു സ്മൂത്ത്നെസ്സും എല്ലാം കൊണ്ട് തന്നെ റം എന്തൂസിയാസ്റ്റ്, അത് റമ്മിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കിടയിൽ വളരെയധികം ഒരു എന്താ പറയുക വികാരം എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു ബ്രാൻഡായിട്ടാണ് ഈ മൗണ്ട് ഗേ എന്ന് പറയുന്ന ബ്രാൻഡ് അറിയാം. അതുപോലെ തന്നെ മൗണ്ട് ഗേയുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വേരിയന്റ് എന്ന് പറയുന്നത് മൗണ്ട് ഗേ ബാർബഡോസ് എക്ലിപ്സ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു വേരിയന്റ് എന്ന് പറയാം. കാരണം അത് ഭയങ്കരമായിട്ട് ഫ്രൂട്ട്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്, ഫ്രൂട്ടി ടേസ്റ്റ് ആൻഡ് ഫ്രൂട്ടി സ്മെൽ. നമ്മൾ ഒരുപാട് ബ്രാൻഡുകളിൽ അത് കണ്ടിട്ടുണ്ട്. ബട്ട് ഈവൻ ഫോർ എ റം ഇറ്റ് ഹാസ് ദാറ്റ് ഫ്രൂട്ട് ടേസ്റ്റ് ആൻഡ് ദാറ്റ് സ്മൂത്ത്നെസ്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു മൗണ്ട് ഗേയുടെ വേരിയന്റ് എന്ന് പറയും. നമ്പർ 6 പ്ലേസ് ഗോസ് ടു നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള, വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ദി മാലിബു. അതെ, ഒരു കരീബിയൻ കോക്കനട്ട് റമ്മാണ് മാലിബു എന്ന് പറയുന്നത്. നമ്മുടെ കോക്കോ കരീബ് പോലെ തന്നെ അവന്റെ ചേട്ടനായിട്ട് വരും. മാലിബു എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്പർ 6 സ്പോട്ട്. കാരണം ഇത് വേൾഡ് വൈഡ് ആയിട്ട് വളരെയധികം പോപ്പുലർ, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, വേൾഡ് വൈഡ്. നമ്മുടെ മാലിദ്വീപിലോ ആയിരിക്കും കരീബിയൻ വനാന്തരങ്ങളിലും ദ്വീപുകളിലും എല്ലാം പ്രശസ്തമായിട്ടുള്ള സെയിം മാലിബു അല്ലെ. അപ്പോൾ ഇതിന്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ചാനലിൽ നമ്മൾ കോക്കോ കരീബി കഴിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ടേസ്റ്റ് ആണ്. മദ്യപാനി MDക്കും ഡ്രാങ്കിനും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് കോക്കോ കരീബ്. അപ്പോൾ അതിനേക്കാളും സുപ്പീരിയർ ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ് ആണ് മാലിബു എന്ന് പറയുന്നത്. മാലിബു എന്ന് പറഞ്ഞാൽ 2980 2980 rupees ആണ് മാലിബുവിന്. അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 21% ആൽക്കഹോൾ കണ്ടന്റേ ഉള്ളൂ അതിന്. പക്ഷേ അതിൻ്റെ ബൂസിന് വേണ്ടിയല്ല നമ്മൾ കഴിക്കുന്നത്, കിക്കിന് വേണ്ടിയല്ല കഴിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി കഴിക്കുന്ന ഒരു ബ്രാൻഡാണ് മാലിബുവും കോക്കോ കരീബ് എന്ന് പറഞ്ഞെങ്കിൽ. വെറും 21% ABV കണ്ടന്റേ അതിനകത്തുള്ളൂ. അത് നോക്കാം.
ഇഷ്ടപ്പെടല്ല ബ്രാൻഡ്? അല്ല ഇത് കുഴപ്പമില്ല. ലെമൺ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടില്ല. സോഡാ സർബത്ത് പോലെ. കാരണം മതി ബക്കാടി അടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വെറും സോഡാ സർബത്ത് അല്ലേ? ഇതിനകത്ത് നാരങ്ങ കൂടി ഇട്ടാൽ മതി, സൂപ്പറായിരിക്കും. ഇതിന്റെ അകത്ത് ഇനി നാരങ്ങ ഇടുന്നില്ല. അല്ല, അപ്പൊ കുറച്ചുകൂടെ സോഡാ സർബത്തിന്റെ ഫീൽ കിട്ടും. ഫ്ലേവർ ഓഫ് കോക്കനട്ട് ഇംപ്രസ് ആൻഡ് ഫുൾഫിൽസ് അവർ മൈൻഡ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെമ്പാടും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് മാലിബു എന്ന് പറയുമ്പോൾ. സോ ദാറ്റ്സ് ദ 6th spot ആക്ച്വലി. അപ്പോൾ നമ്പർ 7 spot goes to ആപ്പിൾടൺ എസ്റ്റേറ്റ്. ഇതൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇതൊരു നമ്മുടെ എസ്റ്റേറ്റിനാണോ? എസ്റ്റേറ്റിൽ കാഴ്ചെടുത്ത സാധനമായിരിക്കും. ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ നമ്മളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അടിച്ചിട്ടില്ല. അല്ല, മാലിബു നമ്മൾ കേട്ടിട്ടുണ്ട്, വേറെ ഒന്നും കേട്ടിട്ടില്ല. ഇനി കേൾക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. സോ ആപ്പിൾടൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു റം ബ്രാൻഡാണ് 7ാം സ്ഥാനത്തുള്ളത്. എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റമ്മാണ്. 1800 രൂപയാണ്, 1.8K റുപ്പീസാണ് ആപ്പിൾടൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന റമ്മിനുള്ളത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 43% ABV ഉണ്ട് ആൽക്കഹോൾ കണ്ടന്റ്. നമ്മുടെ നോർമൽ വോഡ്ക എല്ലാത്തിനും 42.86%. ഇത് 43%. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ ആൽക്കഹോൾ ഉള്ള ഒരു റം ബ്രാൻഡ് ആണ് ആക്ച്വലി ഇത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിപ്പ് അടിക്കുമ്പോൾ ഒരു ഫ്രൂട്ടിനെസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗപ്പടിക്കുമ്പോൾ ഒരു കാരമലിന്റെ ഒരു എഫക്റ്റ് വരും. അതാണ് ഇതിന്റെ ഒരു ഫ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ. കാരണം ഒരു ഫ്ലേവറിൽ ഒതുങ്ങുന്നതല്ല ആപ്പിൾടൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന റമ്മിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അതോടെ ഒരു പ്രത്യേകത ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ ഒരു ഫ്ലേവർ ആണെങ്കിൽ ഒരു ഫ്ലേവറേ വരുള്ളൂ, നമ്മളിപ്പോൾ അടിക്കുന്ന ലെമൺ ഫ്ലേവർ പോലെ. പക്ഷേ ഇതിന് പറഞ്ഞാൽ നമ്മൾ സിപ്പ് ചെയ്ത് അടിക്കുമ്പോൾ ഒരു ഫ്രൂട്ടിന്റെ ഫ്ലേവർ വരുമെങ്കിലും നമ്മൾ ഗപ്പടിക്കുമ്പോൾ ഫുൾ അടിക്കുമ്പോൾ ലാസ്റ്റ് വരുന്നത് ഒരു കാരമലിന്റെ ഫ്ലേവറാണ്. ഫ്യൂഷൻ എഫക്റ്റ് ആണ്. നമ്മൾ മനസ്സിലായില്ലേ, രണ്ട് ഫ്ലേവറാണ് അതിനകത്തുള്ളത്. സോ ദാറ്റ്സ് എ യുണീക് സ്പെഷ്യാലിറ്റി ഓഫ് എസ്റ്റേറ്റ് അല്ല ആപ്പിൾടൺ എസ്റ്റേറ്റ് റം. അത് പറഞ്ഞ സ്ഥിതിക്ക് ഓർമ്മ കഴിക്കട്ടെ. ഞാൻ അടിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി ബ്രേക്ക് ഒന്നുമില്ല. ഇതുകൂടെ തന്നെ നമുക്ക് അടുത്ത കണ്ടന്റിലേക്ക് പോവാം. കണ്ടന്റ് അത് ലിസ്റ്റ് ദ 8th spot. അതിന്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു റമ്മിന്റെ പേരെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പേരുകളൊന്നും കടിച്ചാൽ പറ്റാത്ത പേരുകളൊന്നും അല്ല, നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത പേരാണെന്നേ ഉള്ളൂ. സോ ദ 8th spot goes to ഗോസ്ലിങ്സ്. ഗോഡ്സില്ല എന്ന് പറയുന്നത് ഗോഡ്സില്ല അല്ലടോ, ഗോസ്ലിങ്സ്. അതാണ് 8th spot എന്ന് പറയുമ്പോൾ. അതിന്റെ MRP എന്ന് പറയുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. 1600 രൂപയേ ഉള്ളൂ സിർഫ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രൈസിന്റെ കാര്യത്തിലും ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിവുള്ള ബ്രാൻഡുകളിലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഗോഡ്സില്ല അല്ലടോ, ഗോസ്ലിങ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ ഇന്ത്യ കേരളം മാത്രമല്ല, ഇന്ത്യ വാസ്റ്റ് ആയിട്ട് കിടക്കൂലേ, ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും കൂടുതൽ വിറ്റഴിവുള്ള ബ്രാൻഡുകളാണ്. അതായത് വലിയ പണക്കാരിൽ തൊട്ട് താഴെ തട്ട് വരെയുള്ള ആൾക്കാരുടെ ലെവലിലാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ ഇന്ന കാറ്റഗറി ആൾക്കാർ മേടിക്കുന്നതല്ല നമ്മൾ പറയുന്നത്. ഗോസ്ലിങ്സിന് പല വേരിയൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ എനിക്ക് പറയാൻ ഇൻഫോർമേഷൻസ് ഇല്ല. പക്ഷെ ബ്രീഫായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 40% ABV തൊട്ട് 75% വരെ ABV ഉണ്ട്. ഒരു ലിക്കറാണ്, റമ്മാണ്. നമ്മുടെ 42.86% ഒന്നും അല്ല, 75% വരെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു കാറ്റഗറി ബ്രാൻഡാണ് ഗോസ്ലിങ്സ് എന്ന് പറയുന്ന സാധനം. ചില്ലറക്കാരനല്ല ഡ്രാഗൻ. കൊതു കടിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ അങ്ങ് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഒരു മെയിൻ ഐറ്റത്തെ ഞാനിപ്പോ ഇറക്കും. അത്രേ ഉള്ളൂ. ഈ ഒരു ആംബിയൻസ് നമ്മുടെ നെക്സ്റ്റ് കണ്ടന്ററിന് ഏറ്റവും ആപ്റ്റാണ്. വേറൊന്നും കൊണ്ടല്ല. എത്രാമത്തെ സ്പോട്ടാണോ? 9 അല്ലേ? ദ നെക്സ്റ്റ് സ്പോട്ട് ഈസ് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാവരുടെയും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഇഷ്ട കഥാപാത്രമായിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ് ഓഫ് എ ലിക്കർ, ദി ബക്കാഡി. അതെ ഗായ്സ്, ബക്കാഡി എന്ന് പറയുമ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ വെള്ളവടി തുടങ്ങിയ കാലം മുതൽ ഈ ഒരു പേര് നമ്മൾ കേൾക്കുന്നതാണ്, ബക്കാഡി. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ബക്കാഡി. അപ്പോൾ ഈ സ്പോട്ടിന് എന്തുകൊണ്ടും അനുയോജ്യമായത് ബക്കാഡി റം ആണ്. ആക്ച്വലി ബക്കാഡി ഒരുപാട് വേരിയൻസ് ഉണ്ട്. നമ്മൾ ബക്കാഡിയെ കുറിച്ച് ഇന്നത്തെ കമ്പനിക്കാരനുമായിട്ട് ബന്ധപ്പെടുത്തിയും പറഞ്ഞു.
ബക്കാഡിയുടെ എല്ലാ സീരീസും ഒരേപോലെ തന്നെ വിറ്റഴിവുള്ള സാധനമാണ്. വളരെ അഫോർഡബിൾ പ്രൈസും കൂടാണ് ബക്കാഡി സീരീസ് എന്ന് പറയുന്നത്. കാരണം 1100 മുതൽ 2000 രൂപയുടെ ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിലാണ് ബക്കാഡി സീരീസിലെ എല്ലാ റംസും. സോ ബക്കാഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, പ്രീമിയംനെസ്, അതിൻ്റെ ടേസ്റ്റ് ബാർസ് എല്ലാം കൊണ്ട് തന്നെ ബക്കാഡി ഇസ് എ സൂപ്പർ ക്വാളിറ്റി റം. സോ ദിസ് സ്പോട്ട് ഗോസ് ടു ബക്കാഡി റം. അല്ല, ഇടിവെട്ട് മഴയായി മക്കളെ. പക്ഷേ മഴയൊന്നും മദ്യപാനിക്കും ഡ്രാഗനും ഒരു ബാധകമല്ല. അടുത്ത റൗണ്ട് മയക്കുവെടി പൊട്ടട്ടെ മിസ്റ്റർ ഡ്രാഗൺ. ഡ്രങ്കിന് ചിരി വരുന്നേ. പനയല്ല ഇത് മഴ കനക്കുന്നതോ. അതിപ്പോ തീരും. ഇപ്പൊ പരിപാടിയെല്ലാം കഴിയും. അതെ. കണ്ട ഇത് ഗ്ലാസ് കയ്യിലെടുത്ത് പിടിച്ചില്ലേ പണി നടക്കുക. പണി നടക്കുന്നത് സത്യമാണ്. ഭയങ്കര പാട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്ത്. അതെ, നമ്മുടെ 10th സ്പോട്ട്. അതെ, ഡ്രാഗൺ പറഞ്ഞ 10th സ്പോട്ടിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ആണ്. ക്യാപ്റ്റൻ ഓഫ് റംസ്. അതെ, ക്യാപ്റ്റൻ മോർഗൻ റം ആണ് നമ്മുടെ 10ാം സ്ഥാനത്ത് നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കരസ്ഥമാക്കിയത് ബക്കാഡി അല്ല, ഗ്ലാഡിയസ് ലിമൺ ആണ്. 1472 രൂപയാണ് MRP എന്ന് പറഞ്ഞ ക്യാപ്റ്റന്റെ. നമ്മുടെ റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതെ, നമ്മുടെ റേഞ്ചിലേക്ക് നമ്മൾ കുതിക്കുകയാണ് ഗായ്സ്. 35% ABV കണ്ടന്റ് ഉള്ള ക്യാപ്റ്റൻ മോർഗൻ ആണ് 10ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. കാരണം നമ്മളിതൊരു ട്രൈ ചെയ്തിട്ട്, നമ്മളിതൊരു ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ നല്ലൊരു റമ്മായിട്ടാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. ക്യാപ്റ്റൻ മോർഗൻ ട്രൈ ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും, നമ്മുടെ ബ്രദേഴ്സ് പോലും ഒരുപാട് വട്ടം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ മോർഗൻ എന്ന് പറയുമ്പോൾ ഒരു സ്പൈസ്ഡ് റമ്മാണ്. അതായത് ഇത്തിരി സ്പൈസിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അത് എരിവ് ഒരുപാടുണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, ഒരു സ്പൈസ്ഡ് റമ്മായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു റം ബ്രാൻഡാണ്. വിറ്റഴിവ് ഒരുപാടുള്ള, മനസ്സിലായോ, സെല്ലിങ് ഒരുപാടുള്ള, ഐ മീൻ എന്താ പറയാ, വിൽപ്പന. അതെ, വിൽപ്പന കുതിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് പറയാം. നല്ല സെയിലുള്ള ഒരു മൂവ്മെന്റ് ഉള്ള ഒരു റമ്മായിട്ടാണ് ക്യാപ്റ്റൻ മോർഗൻ റം അറിയപ്പെടുന്നത്. ക്യാപ്റ്റൻ മോർഗന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. കോക്ടെയിൽസ് ബ്ലെൻഡ് ചെയ്യാനായിട്ട്, കോക്ടെയിൽ മേക്കിംഗ് റം ആയിട്ടാണ് നമ്മുടെ ജോളീസ് ബാറും ജോളി റോജേഴ്സ് ഒക്കെ അറിയപ്പെടുന്നത് പോലെ തന്നെ കോക്ടെയിൽ മേക്ക് ചെയ്യാൻ ബെസ്റ്റ് റമ്മുകളിൽ ഒന്നാണ് ക്യാപ്റ്റൻ മോർഗൻ റം. അല്ല, ഞാൻ സോഡാ സർവത്ത് കുടിക്കുമ്പോ അങ്ങനെയാണ്, ഒറ്റ വലിയാണ്. എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഇരിക്കട്ടെ. ദ നെക്സ്റ്റ് കണ്ടന്റർ 11ാം സ്പോട്ട്, ദ 11th സ്പോട്ട് ഗോസ് ടു ഹവാന ക്ലബ് എന്ന് പറയുന്നൊരു റമ്മാണ്. ഹവ എന്ന് പറയുന്ന പാട്ടിന്റെ പോലെ ഹവാന ക്ലബ് എന്ന് പറയുന്ന റമ്മാണ് 11ാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു എക്സലന്റ് പ്രീമിയം റം. ഇറ്റ്സ് നോട്ട് എ പ്രീമിയം റം, ആക്ച്വലി ദ ബെസ്റ്റ് മൂവ്മെന്റ് ആൻഡ് ദ മൂവിംഗ് റം ഇൻ ഇന്ത്യ. 1100 രൂപയേ ഉള്ളൂ ഒരു ഫുള്ളിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. 40% ABV ഉള്ള ഹവാന ക്ലബാണ് 11ാം സ്ഥാനത്ത്. നമ്മളിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല ആക്ച്വലി, അല്ലേ? ബക്കാഡിയ ബ്ലാക്കിനേക്കാൾ 20 രൂപ കുറവ്. അതെ, 20 രൂപ. അത് 1120 ആണല്ലോ. ആണല്ലേ? അതെ, എക്സ്പീരിയൻസ് പേഴ്സണൽ സെയിങ്. ഹവാന ക്ലബിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോർബോൺ കാസ്കില് 3 year ബ്ലെൻഡഡ് റമ്മാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹവാന ക്ലബിന്റെ ഒരു വേരിയന്റ് എന്ന് പറയുന്നത്. സോ ദ 11th spot goes to ഹവാന ക്ലബ്. ഓക്കെ ഗായ്സ്, കമ്മിങ് ടു ദ 12th spot. നമ്മുടെ 12ാമൻ ആരാണ്? 12th man. ലാലേട്ടൻ. അതെ, ഒരു ഫിലിമാണ്. ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ താൻ ഉടനെ ഒഴിച്ചാ, ഞാൻ ചെരിച്ച് പിടിച്ചോണ്ടാണ് താൻ ഈ ഒഴിച്ചത്. ലാലേട്ടൻ പറയും ഇങ്ങനെ ചെരിച്ച് പിടിച്ചോണ്ട് ഉടനെ അതിനകത്ത് ഒഴിച്ച് വെച്ചേക്കുന്നത് കള്ള ഡ്രാഗൺ. അപ്പോൾ 12th സ്പോട്ടിൽ നമ്മുടെ എല്ലാവരുടെയും സുപരിചിതനായ, വളരെയധികം പോപ്പുലറായ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഫെമിലിയർ ആയ, പോപ്പുലറായ ദ വൺ ആൻഡ് ഓൺലി ഹെർക്കുലീസ്. അതെ, ആ മസിൽ മാൻ, ദ പവർ ഹൗസ് ഹെർക്കുലീസിന്റെ പല വേരിയൻസ് ഉണ്ട്. നമ്മൾ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെർക്കുലീസ് റം ആണ് 12ാം സ്ഥാനം. നല്ല ഉഗ്രൻ കൊള്ളിയൻ, ഐ മീൻ ദ ലൈറ്റ്നിങ് ഈസ് സ്ട്രൈക്കിംഗ്. നമ്മൾ കാഞ്ഞു പോകുമോ മിസ്റ്റർ ഡ്രാഗൺ? അതെ, അല്ല, നമ്മുടെ അടുത്ത് അങ്ങനെ അടിച്ചാൽ നമ്മൾ പെട്ടെന്ന് കയറി ആൾ പിടിക്കും. മതി. മഴയായതുകൊണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നത്.
കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ മഴയത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾക്കറിയാം, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം വേറൊന്നിനും വേണ്ടില്ല, നിങ്ങളുടെ എന്റർടൈൻമെന്റും. നമ്മളെല്ലാം ബ്രദേഴ്സാണ് ആക്ച്വലി. നിങ്ങൾക്ക് വേണ്ടും ഞങ്ങൾക്ക് വേണ്ടും പറയുന്ന ഒരു വേർതിരിവ് പാടില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് കണ്ടന്റ് ഈസ് ഒരു വിൻറ്റേജ് റമ്മാണ്. ആക്ച്വലി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. താങ്കളില്ലായിരുന്നു, നമ്മുടെ വാട്ടർമാനായിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയോ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഓൾഡ് പോർട്ട് റം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ OPR എന്ന് പറയും. അറിയാലോ, നമ്മളായിരുന്നല്ലേ ടിക്കി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം എന്ന് പറഞ്ഞു, ഡ്രങ്കൻ ക്ഷമിച്ചു. സോ OPR റം ഈസ് ദ 13th spot. അത് കേട്ടപ്പോ OPR എന്ന് കരുതി താങ്ങിയതാന്ന് തോന്നേ വന്നു. ഓക്കെ, വെറും 650 രൂപയേ ഉള്ളൂ. ഇത് ചിലപ്പോൾ പഴയ പ്രൈസ് ആയിരിക്കും ഒരു പക്ഷേ 2022 പ്രൈസ് ഹൈക്ക് വന്നപ്പോ കുറച്ചുകൂടെ വില കൂടിക്കണം. 10, 30, 40 രൂപ കൂടിക്കണം അല്ലേ? തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു നമ്മളൊക്കെ കേട്ട് മദ്യപാനം കുറഞ്ഞതിന് കൊച്ചാണെന്ന് നമ്മൾ വഴിവെക്കലും എല്ലായിടത്തും ഈ OPRന്റെ കുപ്പി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേടോ? നമ്മൾ കള്ളൊഴിച്ച് വെക്കാനും നമ്മുടെ വീട്ടിൽ പാലപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ കള്ളൊഴിച്ച് വെക്കുന്ന സെയിം കുപ്പി, പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. സൈഡിൽ ഇങ്ങനെ ചെറിയൊരു വര പോലൊക്കെ ഉള്ള അല്ലേ? സൂപ്പർ. നമ്മള് വിന്റേജ് ആണ് അതൊക്കെ. ലിറ്റർ കൊണ്ട് ഫുൾ ഉണ്ടോ? അത് ലിറ്റർ മാത്രമേ ഉള്ളൂ? അതെ, പൈന്റും കാര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? നമുക്കറിയില്ല, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. യു ജസ്റ്റ് മെൻഷൻ ദ കമന്റ്സ്. അറിയാവുന്നവർ കമന്റിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ 13ാം സ്ഥാനത്ത് OPR റം, ഓൾഡ് പോർട്ട് റം. ഇത് എന്തോട് ലിക്കർ മാത്രമാണ് താനാകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. നല്ല കട്ടിയായിരുന്നല്ലോ. അത് മൊത്തം ലിക്കറായിരുന്നാ? യെസ് ഗായ്സ്, നമ്മൾ നമ്മുടെ ടോപ്പ് 16 ലിസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 14th സ്പോട്ടിൽ ആരാണ്? 14ാമൻ ആരാണെന്ന് അറിയണ്ടേ? ഇറ്റ്സ് ഓൾഡ് മങ്ക് റം. അതിന്റെ എല്ലാ വേരിയൻസും പെടും. കാരണം എക്സെപ്റ്റ് ഓൾഡ് മങ്ക് സുപ്രീം. കാരണം അതിന് ഇത്തിരി പ്രൈസ് കൂടി. നമ്മളിപ്പോൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ആക്ച്വലി. ബട്ട് ദ ബ്രാൻഡ് ഈസ് ദ തിങ് ആക്ച്വലി. ഓൾഡ് മങ്ക് റം ഈസ് ദ 14th spot ആക്ച്വലി. നമുക്ക് എല്ലാ വേരിയൻസും നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദ വൈറ്റ് ആൻഡ് ലെമൺ ഫ്ലേവർ. എല്ലാം സൂപ്പർ ക്വാളിറ്റിയാണ്. ഓൾഡ് മങ്ക് എന്ന് പറയുമ്പോൾ ഒരു ലെജൻഡാണ് ആക്ച്വലി. ഓൾഡ് മങ്ക് ലെജൻഡ് ഫ്ലേവർ ഉണ്ടെങ്കിൽ പോലും ഓൾഡ് മങ്കനല്ല, ഡ്രങ്കൻ എന്ന് പറയുന്നല്ലോ ഓൾഡ് മങ്കൻ. അപ്പോൾ ഓൾഡ് മങ്ക് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്, ഒരു നൊസ്റ്റാൾജിയാണ്, ഒരു ഫിനോം ആണെന്നൊക്കെ നമുക്ക് പറയാം. സോ ദ 14th spot goes to ഓൾഡ് മങ്ക് റം. ഇപ്പൊ ഏകദേശം 910 രൂപയാണ് ഒരു ഫുള്ളിന്റെ വില. കാരണം ഓൾഡ് മങ്കിന്റെ ഓരോ വേരിയൻസിനും പ്രൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഓൾഡ് മങ്കിന്റെ ബേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ 910 രൂപയിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ. പണ്ടത്തെ ചരിത്രം നോക്കുവാണെങ്കിൽ അതിനേക്കാളൊക്കെ വില കുറവാണ്. നമ്മൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. സോ ഓൾഡ് മങ്ക് സ്റ്റേറ്റ്സ് ഇറ്റ്സ് ടെറിട്ടറി അറ്റ് 14th spot. നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ലാസ്റ്റ് റൗണ്ട് ആണ്. നമ്മുടെ വെള്ളവടിയുടെ ലാസ്റ്റ് റൗണ്ടും നമ്മുടെ ടോപ്പ് 16 ലിസ്റ്റിന്റെ ലാസ്റ്റ് റൗണ്ടും കൂടാണ്. മോനെ മുത്തേ ഗ്ലാഡിയസ് കൂട്ടാ. സോ ദ ഫൈനൽ കണ്ടന്റർ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന ആളാണ്. സോ ഇറ്റ്സ് നോട്ട് എ കണ്ടന്റർ ആക്ച്വലി. നമ്മുടെ 16th സ്പോട്ടിൽ ആരാണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇതുവരെ പിടിതരാത്തൊരു കമ്പനിക്കാരൻ. നമുക്ക് പിടിതരാത്ത ഒരുപാട് പേര് ഉണ്ടെങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ടും കിട്ടാത്ത ഒരു കണ്ടന്റ്, ഒരു കമ്പനിക്കാരൻ, സാധാരണക്കാരന്റെ ഒരു ഇഷ്ട ബ്രാൻഡാണ്. ആരായിരിക്കും?
ആരാണ് ആരാണ് ആരാണവൻ? അവനെ കിട്ടിയ വിടത്തില്ല, കുടിച്ചു തീർത്തിരിക്കുവനെ അല്ലേ? പിന്നെ സോ ദ ലാസ്റ്റ് സ്പോട്ട് ഈസ് കോണ്ടസ. നമ്മുടെ പഴയ കാറല്ല, കോണ്ടസ റം. വൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഏതും ആയിക്കോട്ടെ. അവനെ ആരെ കിട്ടിയാലും വിടത്തില്ല അല്ലേടോ? പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അവനെ ഞങ്ങൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. അവനെ ഉടനടി നമ്മളെ റഡാറിൽ നമ്മൾ വരുത്തി നമ്മളങ്ങ് അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തി കളയും. സോ കോണ്ടസ റം ഈസ് ദ 16th സ്പോട്ട് ആക്ച്വലി. കാരണം വളരെയധികം പോപ്പുലറാണ്, നോട്ട് ഓൺലി ഇൻ കേരള, അക്രോസ് ദ ഗ്ലോബ് എന്ന് പറയത്തില്ല, അക്രോസ് ഇന്ത്യ. ഫുൾ ഇന്ത്യയിൽ കോണ്ടസ എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഒരു പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആക്ച്വലി. സോ ടു കോണ്ടസ റം, എനിക്ക് അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. പക്ഷേ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവന്റെ ഫോഴ്സിൽ വരെ നമ്മൾ ഇങ്ങെടുക്കും. സോ ടു കോണ്ടസ ആൻഡ് ടു ഡ്രാഗൺ മദ്യപാനി, I mean MD and Dragon is to close this business for tonight only. The final cheers of the night is here and cheers with you all. അതിനു മുമ്പ് ഡ്രാഗൺ കമ്മത്തിട്ടാ ഇല്ല. അപ്പൊ ഒന്നും കൂടെ, the final cheers of the night is here. Cheers with you. ഗ്ലാഡിയസ് ഒരു സൂപ്പർ ക്വാളിറ്റി സാധനമാണ് കേട്ടോ, സൂപ്പർ നല്ല സാധനം. ഒരുപാട് ഇഷ്ടപ്പെട്ടു, റെക്കമെൻഡ് ചെയ്തില്ല. അപ്പൊ നമ്മൾ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഒരിക്കലും ഇല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആക്ച്വലി ബക്കാഡിയുടെ ലിമൺ കഴിച്ച പോലില്ലേ, സെയിം എഫക്റ്റ് ആണ്. ഗ്ലാഡിയസ് ലിമോണി എന്നാണ് പറയുന്നത്, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി ബക്കാഡി ലൈം എന്ന് ഞങ്ങൾ പറയും കേട്ടോ. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത് തീർച്ചയായിട്ടും. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് MD and Drunken will be joining you എപ്പോഴും, എവറി ടൈം അല്ലേ? തീർച്ചയായിട്ടും. സോ പുതിയൊരു ബ്രാൻഡുമായി പുതിയൊരു ടോപ്പിക്കുമായി MD and Drunken G will be joining you very shortly. So hope you having a good night and cheers to you all. Have a blast and have sweet dreams of liquor. See you in Madhilogam.